അള്ളാഹു ഏൽപ്പിച്ചു തന്നതാ, ജ്യേഷ്ഠൻ, അനിയൻ. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ. ഞാൻ ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഇപ്പം ഉമ്മയും ബാപ്പയുണ്ട്, അനിയനും പെങ്ങളും ഒക്കെ വരുന്നുണ്ട്, വീട്ടില് വരുന്നുണ്ട്. പക്ഷെ വാപ്പയും ഉമ്മയും ഇല്ലാണ്ടാകുമ്പോ പിന്നെ ആ വരവും പോക്കൊക്കെ എല്ലാ കുടുംബത്തിലും നിൽക്കുക. പിന്നെ വാപ്പയും ഉമ്മയും ഇല്ലാത്തോണ്ട് അങ്ങോട്ട് പോകുന്ന ഓന്റെ ഓക്ക് ഇഷ്ടല്ലേ? ആരെ? ആങ്ങളുടെ ഓക്ക് അല്ലെ മൂത്തോന്റെ ഓക്ക്. അതുകൊണ്ട് പോക്കും വരവൊന്നുമില്ല. നമ്മൾ കാരണമാണ് ഒരാൾ കുടുംബത്തിലേക്ക് വരാത്തതെങ്കിലേ സൂക്ഷിച്ചോളിങ്ങള്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ എന്ത് വിളമ്പിക്കൊടുത്താലും നമ്മളെ സ്വഭാവം കൊണ്ട് മനസ്സ് വെറുത്ത ഒരാൾ നമ്മളെ വീട്ടിൽ കയറുന്നില്ലെങ്കിൽ, ചോര കയറുന്നില്ലെങ്കിൽ, സ്വന്തം ചോര കയറുന്നില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിന്റെ ഒരു കഥ പറയുന്നില്ലേ? നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തും പെണ്ണെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഓളത്തൊലാക്കല്ലാന്നാ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ ഏട്ടനെ വേണ്ടാന്ന് വെക്കണമെന്നല്ല, നിങ്ങളെ വാപ്പനെയും വേണ്ടാന്ന് വെക്കണമെന്നല്ല. ഞാൻ തമാശക്കാണെങ്കിൽ ഇടക്കിടക്ക് എന്റെ ഓളോട് പറയലുണ്ട്, ഞാൻ ഇങ്ങനെ ആലോചിക്കോളി, എന്ത് എനിക്കാണ് എന്നെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഇമ്മനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. കാരണം ഉമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം രക്തജീവമെന്താ, ഓളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു കരാറ് മാത്ര. എന്റെ അർത്ഥം ചെറുതാക്കി കണ്ടു എന്നല്ലോ. എന്നാ രണ്ടാളും നല്ല മനസ്സോടെ നിൽക്കുകയാണെങ്കിലോ ഇത്രക്ക് സ്വർഗം വേറുണ്ട് പടച്ചോനെ. ആ ബന്ധങ്ങൾ ഓരോന്നും ജ്യേഷ്ഠനും അനിയനും തമ്മിത്തെറ്റലും അടിയും പിടിയും വരവും പോക്കും ഒന്നുമില്ല. പക്ഷെ ഒന്നാമത്തെ സെഫിലുണ്ടാവും എല്ലാവരും. ജുമാന്റെ അഭിപ്രായവും പറയും, മൂപ്പര പ്രസംഗം ചമ്മ ഇതേള്ളൂ. നന്നാവാതിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വെറുതെ ഇബാദത്ത് ചെയ്ത് സമയം കളയണ്ട. കാരണം പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമ. കുടുംബം മുറിച്ചവർ പടച്ചോന്റെ സ്വർഗത്ത് കയറൂല. നമ്മൾ ഇടപെടുന്ന കുടുംബത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? എന്തെങ്കിലും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നവനെ ആ പടച്ചോൻ ഏറ്റവും ഇഷ്ടം. ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പം അതാണാവട്ടെ പെണ്ണാവട്ടെ, കല്യാണം വിളിക്കാൻ വന്നു പിണക്കുള്ള മൂത്താപ്പാന്റെ മക്കള്, നമ്മൾ വലിയ ലോഗ്യൊന്നും കാണിച്ചില്ല, മുപ്പര് കയറി കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ വെള്ളം വേണമെന്നൊന്നും ചോദിക്കുകയും ചെയ്തില്ല. ഒരു പരിഗണനയൊന്നും കിട്ടാത്തത് കൊണ്ട് ഓൻ മനസ്സും ബേജാറായി ഇറങ്ങിപ്പോയി. നമ്മളെ പെണ്ണുങ്ങളോട് പറയാ, അവൻ കല്യാണം വിളിക്കാൻ വന്ന്, അല്ലെ പെണ്ണുങ്ങൾ നമ്മളോട് പറയാ, നിങ്ങൾ പോണ്ടട്ടോ, അങ്ങനെ ഒരു വില ഇല്ലാണ്ടാകണ്ട, നിങ്ങൾ പോണ്ട. എരി കൂട്ടാനും പതപ്പിക്കാനും കത്തിക്കാനും എല്ലാവർക്കും പറ്റും. പക്ഷെ ഒന്ന് ചേർക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ തരുന്നതാ ചേർക്കാനുള്ള മനസ്സ്. അതുകൊണ്ടാണല്ലോ 14 കൊല്ലം വേർപെട്ട് നിന്നിട്ടും നമ്മളൊന്ന് മുഖത്തോട് മുഖം നോക്കി നിന്ന് ഇത്ര മനോഹരമായിട്ട് ചേർന്ന്. അത് അള്ളാഹു കൂട്ടിച്ചേർത്തതാ. മനസ്സുകൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ശ്രമിച്ചാലേ അള്ളാഹു അതിനൊരുങ്ങും. ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം തീരുമാനിക്കാത്ത കാലത്തോളം നിങ്ങളെ മനസ്സിലെ വടവ് പടച്ചോ മാറ്റി തരൂല. അതെനിക്ക് മാറണം, ഞാൻ ചെറുതാ, അതുകൊണ്ട് അള്ളാന്റെ മുൻപിൽ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് എവിടെയാണോ വിനയം, എവിടെയാണോ വിധേയത്വം, ഞാൻ സബൂറാക്കി. അതുകൊണ്ട് പടച്ചോൻ ഉദ്ദേശിക്കുന്നത് ചേർന്ന് നിൽക്കലാണെങ്കിൽ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. 314 പേർക്ക് 900 ശത്രുക്കളെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 3000 സഹാബാക്കൾക്ക് 3 ലക്ഷം ശത്രുക്കളെ തുരത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഐക്യം, ആ ബന്ധം, ആ സ്നേഹം, അതാ ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അതിപ്പോ ഞാനാന്നുള്ള ഭയങ്കര ബോധം ഉണ്ടെങ്കിൽ എന്താ, നമ്മളൊന്ന് ബഹുമാനിക്കണം, ഇന്നൊന്ന് കുളൂസാക്കണം. അതോടുകൂടി ബന്ധങ്ങൾ അകലുക. വേറൊന്നും നഷ്ടപ്പെടുന്നില്ല, ബന്ധങ്ങൾ അകലും. കല്യാണം വിളിക്കാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചിലർ ചോദിക്കും, നാളെ കല്യാണം എന്നാ വിളിക്കുന്നത്, നിങ്ങൾ വരുമോ? ഞാൻ പറഞ്ഞു, വരുന്നതിനെന്താ, നിങ്ങളോട് മറന്നുപോയതാവാം. അങ്ങനെയാണല്ലോ, തിരക്കിൽ മറന്നുപോകും. അത്ര അങ്ങ് ചിന്തിച്ചാൽ മതി. നമ്മള് ഓരോട് മറന്നുപോയാൽ, ഇനി അതല്ല നമ്മളെ വിളിക്കാണ്ട് കുറെ കഴിഞ്ഞിട്ട് വിളിച്ചതാണോ, കണക്ക് പടച്ചോ നോക്കട്ടെ. ഇനി ഞാൻ നോക്കാൻ നിന്നാൽ എന്താ, എന്റെ മോളെ കല്യാണം വരുമ്പോ ഞാൻ വിളിക്കൂല. അപ്പൊ ആരാ ജയിച്ച്? രണ്ടാളും തോറ്റതാ. അള്ളാഹു നോക്കട്ടെ എന്ന് കരുതിയ അത് വിജയായി. അതുകൊണ്ട് ബന്ധങ്ങളെ അതെന്നും മനോഹരാക്കണം. നമ്മുടെ സ്വൈര്യവും സമാധാനവും ബന്ധങ്ങളാ. ഒരു കുടുംബത്തിലെ 12 എണ്ണം ബോട്ട് മുങ്ങി മരിച്ചോയപ്പം ആ മക്കള് പറയുന്നുണ്ട്, മരിച്ചയിലല്ല, എന്തൊക്കെയോ ഇല്ലാണ്ടായിപ്പോയതുപോലെ തോന്നിയെന്ന്. ഇപ്പോഴും നമ്മളെ ധൈര്യവും സമാധാനവും ഒക്കെ നമ്മളെ കുടുംബം തന്നെയാ. ഏട്ടനും അനിയനും കാക്കയും ഓരോന്നോരോന്ന് ഇല്ലാണ്ടാ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയാറുണ്ട്, ഈ സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെടുന്നത് മനസ്സിന് വലിയ ബേജാറാ. ഞാൻ കോഴിക്കോട് ഷാദുലിപ്പള്ളിയിൽ 13 കൊല്ലങ്ങൾക്ക് മുൻപ് ഹുത്തുബ ഏറ്റെടുക്കുന്നത്. അന്ന് ഞാൻ കണ്ട ഒരുപാട് മുഖം ഇന്ന് ആ പള്ളിയിലില്ല. ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പെടച്ചില. ഓരോന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇക്കഴിഞ്ഞ ദിവസം ഇന്ന്
നാട്ടിലൊരു അമുസ്ലിം സഹോദരൻ, ഒരു ഭാസ്കരേട്ടൻ മരണപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാരക്കുന്നത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് വറുതിയുടെയും പ്രയാസത്തിന്റെയും കാലത്തിലൊക്കെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചായപ്പിടി എന്ന് അദ്ദേഹത്തിന്റെ മകൻ എടുത്തു തരുന്ന ഒരു കായപ്പും ഉണ്ണിയപ്പൊക്കെ അങ്ങനെ മനസ്സിലേക്ക് കൂടി വന്നു. ഒരുപാട് പേരിങ്ങനെ മണ്ണിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫീഹാനുക്കും, ഞാനും പോവും, നമ്മളും പോവും. ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ചിലർ ഓർക്കേണ്ടത് നമ്മളെ സ്വഭാവം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമാക്കേണ്ട ബന്ധമാണ് നമ്മളുമ്മയും വാപ്പയും നമ്മളും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഇന്നൊരുപാട് കുടുംബങ്ങൾ എത്രയേറെ കുത്തുബകൾ കേട്ടിട്ടും മാതാപിതാക്കളൊക്കെ മനസ്സ് വേദനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ കൈവച്ച് നിന്റെ വാപ്പയമ്മയും കരഞ്ഞിട്ടില്ല, നിന്റെ സ്വഭാവം കൊണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മക്കളുണ്ടെങ്കിൽ പടച്ചോൻ തരുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ ഇബാദത്തിൽ എന്ത് കുറവ് വന്നോയാലും ആ മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ പടച്ചോൻ ഏറ്റവും വലിയ പിന്തുണ നൽകും. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരുന്ന പലരും ഇന്ന് മക്കളുടെ വാക്ക് കേട്ട് നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ശപിക്കൂലട്ടോ, മനസ്സറിഞ്ഞ് ശപിക്കൂല. ഞാനിത് വെറുതെ പറയണല്ല. സ്വന്തം വാപ്പാനെ തല്ലി ഇറക്കിയ ഒരു മോൻ എനിക്ക് പരിചയമുണ്ട്. അടി കിട്ടിയിട്ട് നെറ്റിമെന്ന് ചോരയൊലിച്ച് ചുണ്ടുമെന്ന് ചോരയൊലിച്ചിട്ട് പള്ളിമുറ്റത്തേക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ കൈ പിടിച്ചിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് അവനെ പ്രാകാൻ പറ്റുന്നില്ല. കാരണം ജനിച്ച അന്ന് മുതലുള്ള അവന്റെ വളർച്ച എന്റെ കണ്ണിലുണ്ട്. എന്റെ മോനെ ഞാൻ അത്രക്ക് സ്നേഹിച്ചിരുന്നു. ഞാൻ അവനെ പ്രിയപ്പെട്ടവനായി സ്നേഹിച്ച് തോളിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ വളർച്ച എന്റെ കൺമുൻപിലുള്ളതുകൊണ്ട് എനിക്ക് അവനെ ശപിക്കാൻ പറ്റുന്നില്ല. ഒരു വാപ്പയമ്മയും വാത്തുറന്നൊന്ന് വേദനിച്ച് പറഞ്ഞാൽ മതി. അത് അനുഭവിക്കാതെ ഒരു മക്കളും മരുക്കളും ദുനിയാവ് വിട്ടു കിടക്കൂല. അത് അള്ളാഹുവിന്റെ വാക്കാ. ലാ യൻദുറുല്ലാഹു വലാ യുസക്കീഹിം വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ അൽആഖു ലിവാലിദൈഹി. അത് അനുഭവിച്ചിട്ടല്ലാതെ ഒരു മക്കളും മരുക്കളും, കാണുന്നവർക്ക് ചിലപ്പോൾ അത് അനുഭവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളിങ്ങനെ പറയും, ഓല് നല്ല ഹാപ്പിയിലാണല്ലോ. ഹാപ്പി ആയിരിക്കൂല. പലതും പലതും നെഞ്ചിന്റെ ഉള്ളില് വെപ്രാളവും നെരിപ്പോടുമായിട്ട് ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുന്നുണ്ടാവും. അത് പടച്ചോൻ തരും. അതുകൊണ്ടാ ഒരു വാപ്പാക്കും ഉമ്മാക്കും മക്കളെ അങ്ങനെ ശപിക്കാൻ പറ്റാത്ത. അതുകൊണ്ടൊക്കെ കഴിച്ചിലായി പോവുക നമ്മളിൽ പലരും. നോക്കണ്ടേ, മക്കൾക്ക് ആദ്യം ബാധ്യത, എന്നിട്ടേ മരിയക്കൾക്ക് വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം മരിയക്കൾക്ക് ഇല്ലാന്നല്ല. ഓക്കൊരു വാപ്പയമ്മയുണ്ട്, ഓളങ്ങൾ ഓള വീട്ടിക്ക് പറഞ്ഞേക്കണം. കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ വാപ്പനെയും ഇമ്മനെയും മാത്രം നോക്കാനല്ല. ഓക്കൊരു വാപ്പയമ്മയുണ്ട്, ഓളാ വാപ്പന്റെ ഇമ്മന്റെയും ഓള. ആ പരിഗണന കൊടുക്കണം, അത് തിരിച്ചും കൊടുക്കണം. അങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോഴും പരസ്പരം ചേർന്ന് നിൽക്കുമ്പോഴും ആ കുടുംബമൊക്കെ ഏറ്റവും മനോഹരാകുന്നത്. ഉമ്മാനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് കുറെ നിലവിളിച്ചാ കൂലിയൊന്നുമില്ല. അങ്ങനെയാ ചിലര്. ഒരു അമ്മാനെ പറ്റിയിട്ടുള്ള പ്രസംഗം കിട്ടി എന്നോട് തന്നെ പറയും, ഞാൻ കുറേ നിലവിളിച്ച്. അതിനെ കൊണ്ട് ഇപ്പൊ എന്ത് കാര്യമുള്ളത്? നാട്ടുകാർ നിരത്തി അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാ. ഒരു മഹലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരും ചിലപ്പോൾ ആ വിഷയത്തിൽ മക്കൾ പോലും ഇടപെടുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഒരു ഉമ്മക്ക് 5 മക്കളുണ്ട്, അല്ലെ ഒരു 8 മക്കളുണ്ട് എന്ന് കരുതുക. ഇളയോന്റെ വീട്ടിലാണ് ഉമ്മ. അവസാനം ആടെ അടിയും പിടിയൊക്കെ ആയി, ആരും കൊണ്ടുപോകണില്ല. എല്ലാവരും പ്രസംഗമൊക്കെ വലിയ ഇതിൽ പറയും, കേൾക്കുന്നല്ലാണ്ട് ആർക്കും കൊണ്ടുപോകാൻ താല്പര്യമില്ല. പൊതുവേ കുടുംബത്തിന്റെ അവസ്ഥയപ്പത്. കൊണ്ടോന്നാ കുടുങ്ങോന്നുള്ള ബേജാറുകൊണ്ടാ. കാരണം കൊണ്ടോന്നാ പിന്നെ വേറൊരുത്തം തിരിഞ്ഞു നോക്കൂല. നനഞ്ഞടം കുഴിക്കുന്ന ഒരു മനസ്സ്. അവസാനം പള്ളിക്കമ്മിറ്റിക്കാരാ ആശ്രയം. ഞാൻ പറയലുണ്ട്, പള്ളിക്കമ്മിറ്റി ഒന്നും അങ്ങനെ 5-8 മക്കളുള്ള ഒരു വാപ്പന്റെയും ഇമ്മന്റെയും കാര്യം ഒന്നും ഏറ്റെടുക്കരുത്. ഒരാണും അറിഞ്ഞ് അല്ലെങ്കിൽ മീശയും വെച്ച് നടക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്തോനെ വിളിച്ചിട്ട് പറയും, എന്റെ ആണത്തം പടച്ചോൻ ആ വാപ്പന്റെ ശരീരത്തിൽ നിന്ന് തന്നാണ്, അതങ്ങ് കാണിച്ചാൽ മതി. എല്ലാ മക്കളെയും കൂട്ടിയിരുത്തിയിട്ട് മൂത്ത കാരണവര് പറയാ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ ആ കുടുംബത്തിലൊരു മനോഹരം. അല്ലാണ്ട് മൂത്തോൻ തിരക്കാരൻ, രണ്ടാമത്തോൻ ജോലിക്കാരൻ, മൂന്നാമത്തോൻ കെട്ടി എണ്ണിന്റെ വീട്ടുകാരൻ, പിന്നെ ആകെ തലയിലിടുന്ന ആരുതാ? ഇളയോന് തറവാടായതുകൊണ്ട് ഓന്റെ തലയിൽ കെട്ടയെന്ന് തന്നെ. ഈ ചുറ്റുപാടിൽ ആ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കണം ഇടയ്ക്കിടയ്ക്ക്.